أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ നിസ്കാരം, നമ്മുടെ സുജൂദ്, നമ്മുടെ നോയമ്പ്, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഖുർആൻ, നമ്മുടെ തഖശ്ശു, തദർറു എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പരിശുദ്ധ ദീനിനെ മൊത്തം അവതരിപ്പിക്കാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനിലെ രണ്ട് കലിമത്തുകളാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വല്ലാഹി ഇന്നഹു അഹ്ല. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് നിനക്ക് മാത്രം. വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എന്താണ് ഇബാദത്ത്? ആരെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇബാദത്ത്? എങ്ങനെയാണ് ഇബാദത്ത്? തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കാലം ഇത്രയായി. വല്ലാഹി, ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടവനാണ് ഓരോ വിശ്വാസിയും. ഈ ഇബാദത്തിന് വേണ്ടി ചോദിക്കുന്നതിന്റെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നാണ് ബാഇന്റെ അർത്ഥം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിനൊന്ന് വിശദീകരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക കൂടിയാണ്. ഇബാദത്തിന് മുന്നിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇബാദത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ വേണ്ടി. ഇബാദത്തിന് ശേഷം അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുബൂത്തിന് വേണ്ടി, തസ്ബീത്തിന് വേണ്ടി, നിലനിൽക്കാൻ വേണ്ടിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും. ഇബാദത്തിന്റെ ഭാഷാർത്ഥം മാനൽ ഇബാദ ത്വരീഖും മുഅബ്ബദ് ഐ മുദല്ലൽ. മുഅബ്ബദായ വഴി എന്ന് പറഞ്ഞാൽ നടക്കാൻ പാകപ്പെട്ട വഴി എന്നാണ്. ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. നടക്കാൻ പാകപ്പെട്ട വഴി, അതിന്റെ ഭാഷാർത്ഥം അതാണ്. ശറഇൽ അതിന്റെ അർത്ഥം, വളരെ സുന്ദരമായ അർത്ഥം, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വ യർദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹിറ വൽ ബാത്തിന, അത് പ്രത്യക്ഷത്തിലുള്ളതാകട്ടെ പരോക്ഷമായ പ്രവർത്തനങ്ങളാവട്ടെ. ഈ സംസാരം ഇബാദത്താണ്. നിങ്ങളുടെ ഇരുത്തം ഇബാദത്താണ്. നിസ്കാരം ഇബാദത്താണെന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇരുത്തം ഇബാദത്താണ്. ഈ കേൾക്കുന്നത് ഇബാദത്താണ്. ബിസിനസ് ഇബാദത്താണ്. വ്യാപാരികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുവാർത്ത എന്താണെന്നറിയാമോ? അത്താജിർ,
التاجر الصدوق الأمين مع النبيين والشهداء والصالحين والصديقين. നബിമാരോടൊപ്പം ശുഹദാക്കൾക്കൊപ്പം സിദ്ദീഖുകൾക്കൊപ്പമാണ് സത്യസന്ധനും വിശ്വസ്തനുമായ വ്യാപാരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ബിസിനസ് എങ്കിൽ അത് ഇബാദത്തല്ലേ? തീർച്ചയായും ഇബാദത്താണ്. ഭക്ഷണം ഇബാദത്താണ്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇബാദത്താണ്. കഴിക്കേണ്ടതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നത് ഇബാദത്താണ്. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇബാദത്താണ്. ഗർഭം ധരിക്കുന്നത് ഇബാദത്താണ്. ഇണയുമായി സല്ലപിക്കുന്നത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു തസ്ബീഹത്തിൻ സദഖ വ കുല്ലു തഹ്മീദത്തിൻ സദഖ വ കുല്ലു തഹ്ലീല സദഖ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും സദഖയാണ് എന്ന് പറഞ്ഞ അതേ സ്വരത്തിലാണ് പറഞ്ഞത് വഫീ ബുദ്ഇ അഹദികും സദഖ. വഫീ ബുദ്ഇ അഹദികും സദഖ. ഇത്രയും പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ വികാരത്തെ ശമിപ്പിക്കുന്നതിൽ സദഖയോ, ഇണയെ സമീപിക്കുന്നതിൽ സദഖയോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുകയുണ്ടായി, അതായത് അത് ഹറാമിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചാൽ അതിന്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടി വരില്ലേ? അതുപോലെ തന്നെയാണ് ഹലാലിൽ വെച്ചാൽ, ഹലാലിൽ അത് ഉപയോഗിച്ചാൽ തീർച്ചയായും അതിന്റെ ഫലവും അവനുണ്ട്. തീർച്ചയായും അതും ഇബാദത്താണ്. നല്ല ഇഖ്ലാസോടുകൂടി ഒരാൾ എക്സസൈസ് ചെയ്യാണ്. സ്വിമ്മിംഗ് ആവട്ടെ, നടത്തമാകട്ടെ, മറ്റു രീതിയിലുള്ള എക്സസൈസ് വല്ലാഹി ഇബാദത്താണ്. ഉറക്കം ഇബാദത്താണ്. വസ്ത്രം വൃത്തിയാക്കുന്നത് ഇബാദത്താണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിൽ കാണാം, എന്താ യാ അയ്യുഹൽ മുദ്ദത്തിർ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസിയാബക ഫതഹ്ഹിർ, നബിയെ താങ്കളുടെ വസ്ത്രം ശുദ്ധീകരിക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശമല്ലേ? അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഹയാത്തുൽ മുഅ്മിനി കുല്ലുഹാ ഇബാദ. ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം മുഴുവനും ഇബാദത്താണ്. ഇതാണ് പറയാനും പ്രഖ്യാപിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. കുൽ നബിയെ പറയണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം തന്നെ ഇബാദത്താണ്, എന്റെ മരണവും ഇബാദത്താണ്. മരണം ഇബാദത്താണ്. മരണം വരെ ഇബാദത്ത് സംഭവിച്ച ആളുകൾക്കാണ് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്നുള്ള വാക്കുകൾ കേൾക്കാൻ പറ്റുകയുള്ളൂ. അൽ ഹയാതു ഫീ സബീലില്ലാഹി അസ്അബു മിനൽ മൗതി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ബികതീരിൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ മൃതിയടയുന്ന അധിക മരണത്തേക്കാൾ പ്രയാസമുള്ളതാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്നുള്ളത്. ജീവിക്കണ്ടേ? അല്ലാഹുവിന്റെ അബ്ദായി ജീവിക്കണം അവസാനം വരെയും. അല്ലാഹു പറഞ്ഞത് എന്താണ്? വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദ് റബ്ബക, താങ്കളുടെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യണം. ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നത് വരെ. യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം സംഭവിക്കുന്നത് വരെ ആ ഇബാദത്തിന് യാതൊരു ഉപേക്ഷയുമില്ല. നമ്മൾ പലരും എത്ര വർഷമായി ഇവിടെ, എത്ര കൊല്ലമായി ഇവിടെ കഴിഞ്ഞുകൂടുന്നു? 40, 60, 50 ഒക്കെ വർഷം. ഈ ഇബാദത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയോ? ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്.
മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഇബാദത്തിന് വേണ്ടിയാണ്. മനസ്സിലാക്കുക ഇതിന്റെ ലക്ഷ്യം. എന്താണ് ഇബാദത്ത് മനസ്സിലാക്കുക, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ആരെയാണ് ഇബാദത്ത് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നിൽ വരേണ്ടതാണ്. ഇബാദത്താകണമെങ്കിൽ അതിന് പല നിബന്ധനകളുമുണ്ട്. കമാലുൽ ഹുബ്, കമാലുൽ ദുൽ, ഇത് രണ്ടും സംഭവിക്കണം. കമാലുൽ ഹുബിൽ നിന്നാണ് ഇബാദത്ത് വരേണ്ടത് കേട്ടോ. ടെൻഷൻ അടിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്യേണ്ടത്. രാത്രികാല നിസ്കാരം സുദീർഘമായി നിൽക്കുമ്പോൾ കാല് കഴക്കുന്നില്ലേ, ഇല്ലേ? ആ വേദനയിൽ ഒരു സുഖമുണ്ട് യഥാർത്ഥ മുഅ്മിന്. ചില സമയത്ത് വല്ലാത്ത വിശപ്പ് തോന്നുന്നില്ലേ? ചില ദിവസങ്ങളിൽ വല്ലാത്ത ക്ഷീണം തോന്നുന്നു. പക്ഷെ ആ ക്ഷീണത്തിലും ആ വിശപ്പിലും വല്ലാത്തൊരു സുഖമുണ്ട്, വല്ലാത്ത സുഖമാണ്. നോമ്പ് മുറിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നോമ്പ് മുറിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലിൽ മുഅ്മിനി ഫർഹതാൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം, പിന്നെ അള്ളാഹുവിനെ കാണുന്ന സമയത്തുള്ള സന്തോഷം. അത് പ്രവചിക്കാൻ കഴിയില്ല ആ സന്തോഷം എത്രയാണെന്ന്. എന്നെയാണ് അതിന് പ്രതിഫലമായി നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നോമ്പ്, അത് കൃത്യമായി അള്ളാഹുവിന് നോറ്റിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു മുഅ്മിന് ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഞാനിതാ എന്റെ വിശപ്പിനെ ഞാൻ അടക്കിയിരിക്കുകയാണ്, ഞാനതിനെ കീഴ്പ്പെടുത്തി, ശരിയായ അർത്ഥത്തിൽ അവനെ പിടിച്ചു വെച്ചു, ഇംസാക്ക് നടന്നു. എനിക്ക് ദാഹമുണ്ട്, കുടിക്കുന്നില്ല. എനിക്ക് വിശപ്പുണ്ട്, ഞാൻ ഭക്ഷിക്കുന്നില്ല. ആർക്ക് വേണ്ടിയാണ്? ഇന്ന സ്വലാത്തി വ മഹ്യായ വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ചു പോയി ഞാൻ. വബിദാലിക ഉമിർതു എന്നാണ് എന്റെ പ്രഖ്യാപനം, എന്നാണ് എന്റെ പ്രതിജ്ഞ. അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിലൊരു സുഖമുണ്ട്. ഹറാമിലേക്ക് നോക്കാതിരിക്കുമ്പോൾ സുഖമുണ്ട്. ഹറാമിനെ അങ്ങോട്ട് ചിന്തിക്കാതിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് വല്ലാത്ത അഹ്ല മിൻ കുല്ലി ലദ്ദ. ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈൻ എന്ന് പറയാതെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അതിന്റെ വേറൊരു സോൺ എന്താന്ന് വെച്ചാല് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം താഴ്ന്ന് ഞാനിതിനെ ഇബാദത്ത് ചെയ്യുന്നു കേട്ടോ. ഈ ഞാൻ എന്ന് പറയുമ്പോ അല്ലേ ഒരു അഹങ്കാരം വരും എന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മറ്റൊരു സോൺ എന്താണെന്ന് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സജ്ജനങ്ങളായ ദാസന്മാരെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നു. وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. തീർച്ചയായും അദ്ദേഹത്തെ ഈ ലോകത്ത് നാം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. പരലോകത്ത് ആരുടെ സുമ്രത്തിലായിരിക്കും ഉണ്ടാകുക? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഇന്നഹു തീർച്ചയായും അദ്ദേഹം ഫിൽ ആഖിറത്തി ലമിന സ്സാലിഹീൻ സാലിഹീങ്ങളുടെ സുമ്രത്തിലായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരമകൻ ദുആ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലില്ലേ? സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്നെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് ദുആ.
അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോ ഈ സജ്ജനങ്ങളൊക്കെ അവന്റെ മുന്നിൽ വരികയാണ്. എന്റെ റബ്ബേ, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ആരുടെ? ഈ നബിമാരുടെ. അള്ളാഹുവിന്റെ ഒന്നാമത്തെ ദാസന്മാരാണല്ലോ നബിമാർ. അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഇബാദുകളാണ് നബിമാർ. ഞാൻ അവരോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു, ഞാൻ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്നവനല്ല, ഒറ്റക്ക് നിൽക്കുന്നവനല്ല. ഇയ്യാക നഅ്ബുദ്, ഈ ഇബാദുകളോടൊപ്പം നിനക്ക് ഇബാദത്ത് ചെയ്തവരാണ് ഇവർ ഈ ലോകത്ത് വന്ന് പ്രഖ്യാപിച്ചതും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലെ വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ നബിമാരും ഉത്ബോധനം ചെയ്തത് ഈ ഇബാദത്താണ്. ഈ ആബിദീങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട്, നിന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാനും ഇതാ പ്രഖ്യാപിക്കുകയാണ്, നഅ്ബുദ്. തിരിഞ്ഞില്ലേ? എന്തായി പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇയ്യാക നഅ്ബുദ്, ഞങ്ങളെല്ലാം. എന്തിനാ ഞാൻ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? എനിക്ക് അവസാനം ഒരു വിളി കേൾക്കണം. എന്താണ് ആ വിളി? ഫദ്ഖുലി ഫീ ഇബാദി. ആ വിളി കേൾക്കണം. ആ വിളി കേൾക്കുന്നത് ആർക്ക് മാത്രമാണ്? ഈ ഇബാദുകൾ എന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അവരോടൊപ്പം ജീവിച്ച ആളുകൾക്ക്. ഈ ഇബാദുകൾ എങ്ങനെയാണോ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചത് അതേപോലെ ജീവിതം സമർപ്പിച്ച ആളുകൾക്കാണ് ആ വിളി കേൾക്കാൻ പറ്റുക. വദ്ഖുലി ഫീ ഇബാദി, എന്റെ ഇബാദുകളുടെ കൂട്ടത്തിൽ ചേർന്നോ. ഇബാദുകൾ ആരാണ്? നേരത്തെ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇബാദുകൾ ആരാണ്? അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആളുകൾ. ഞാൻ ഇവരോടൊപ്പം ചേരുകയാണ്. എന്നെ നീ തള്ളിക്കളയരുതേ, എന്നെ നീ നിന്ദിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഇയ്യാക നഅ്ബുദുവിലെ നൂൻ സൂചിപ്പിക്കുന്നത്. ഇയ്യാക അഅ്ബുദു പറയാതെ ഇയ്യാക നഅ്ബുദ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥവും സൗന്ദര്യവും അതാണ്. യാ അയ്യുഹന്നാസ്, എന്തിനാണ് ഇബാദത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാണ്, സകല മനുഷ്യരെയും വിളിക്കുന്നു, മുഅ്മിനീങ്ങളെ മാത്രമല്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓരോ നിമിഷവും അള്ളാഹുവിനെ ആശ്രയിച്ചിരിക്കുകയാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനാണ്, സ്തുതിക്കർഹൻ അവനാണ്. അവൻ അസ്സമദാണ്, പരാശ്രയരഹിതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് നമ്മുടെ ഇബാദത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ ഇബാദത്ത് കൊണ്ട് നേട്ടമാർക്കാണ്? ഈ ഞങ്ങൾക്കാണ്. ഈ ലോകത്ത് സ്വർഗം വിളയിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഇബാദത്ത്. ഈ സ്വർഗം കിട്ടിയവനെ പരലോകത്ത് സ്വർഗം കിട്ടുകയുള്ളൂ. അഹ്ല, ഈ സ്വർഗത്തിൽ താമസിച്ചവന് മാത്രമേ പരലോകത്ത് സ്വർഗത്തിൽ താമസിക്കാനുള്ള അവകാശമുള്ളൂ. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ. യാ ഇബാദി, യാ ഇബാദി, എന്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളുടെ ആദ്യത്തെ തലമുറയും അവസാനത്തെ തലമുറയും മനുഷ്യരും ജിന്നുകളും എല്ലാവരും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും ഭക്തരിൽ ഭക്തനായ ഒരാളുടെ ഹൃദയത്തിലേക്ക് ചേർന്നു വന്നിരിക്കട്ടെ. ഈ ലോകത്തുള്ള സകല മനുഷ്യരും സകല ജിന്നുകളും ആദ്യത്തെ തലമുറയും അവസാനത്തെ തലമുറയും എല്ലാവരും ചേർന്ന് ഒരു യൂണിഫോം, ഒരേപോലെ ഭയഭക്തിയോടുകൂടി ഇബാദത്ത് ചെയ്തു വന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നാം എല്ലാവരും ചേർന്നു. ഈ ലോകത്ത് ഒരൊറ്റൊരു ജിന്നുമില്ല, ഒരൊറ്റൊരു മനുഷ്യരുമില്ല. എന്നിട്ട് അള്ളാഹ് ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ മുൽക്കിൽ ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല. ആരാണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹ്ക്ക് ഒരു ലാഭവുമില്ല. അതുപോലെ ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ടവൻ, ഏറ്റവും വലിയൊരു തെമ്മാടിയുടെ ഹൃദയത്തിൽ എല്ലാവരും കൂടിയെന്നിരിക്കട്ടെ, എന്നിട്ട് അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിച്ചു. മാ നഖസ ദാലിക്
ഫി മുൽക്കി ഷൈഅ മിൻ മുൽക്കി ഷൈഅ, എന്റെ അധികാരത്തിൽ ഒന്നും കുറയുകയില്ല, എന്റെ അധികാരത്തിൽ ഒരു ശുഷ്കവും സംഭവിക്കുകയില്ല. ഇതാണ് അള്ളാഹു. ഈ ഇബാദത്ത് ആർക്ക് വേണ്ടിയാണ്? നമ്മളെന്താ അള്ളാഹ്ക്ക് എന്തോ ലാഭം ചെയ്യുന്നത് പോലെ, പടച്ച തമ്പുരാൻ എന്തോ ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് പോലെ. അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി, യമുന്നൂന അലയ്യ ഇസ്ലാമഹു, അവരുടെ ഇസ്ലാമിന് ഞങ്ങൾ വിശ്വസിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നു, താങ്കളോട് പൊങ്ങച്ചം പറയുകയാണ്. യമുന്നൂന അലൈക ഇസ്ലാമഹു, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ ഒരിക്കലും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾ പറയേണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നിങ്ങളെ വഴി കാണിക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്. ഈമാനും ഇസ്ലാമും മഹാ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ കമാലുൽ ഹുബ്, രണ്ട് റുക്നുകൾ, രണ്ട് ഷർത്തുകൾ പൂർത്തിയാക്കാതെ ഇബാദത്ത് ശരിയാവൂല. നിസ്കാരത്തിന്റെ ഫർളുകളില്ലാതെ, ഷർത്തുകളില്ലാതെ ഒതുകൊടുക്കാതെ നിസ്കരിച്ചാൽ ശരിയാവോ? ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ, സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചു, റുക്കൂ ഇല്ലാതെ നിസ്കരിച്ചു, നിസ്കാരം ശരിയാവോ? അത് റുക്നാണ്. സമയമാകാതെ നിസ്കരിച്ചു, ശരിയാവോ? ഇതുപോലെ ഈ ഇബാദത്തിന് രണ്ട് റുക്നുകളുണ്ട്, രണ്ട് ഷർത്തുകളുണ്ട്. ഏതാണ് രണ്ട് റുക്ന്? കമാലുൽ ഹുബ്, കമാലുദ്ദുൽ. അതാണ് ഫർദ്, ഇബാദത്തിന്റെ ഫർദ്, പരിപൂർണമായ സ്നേഹം. ടെൻഷൻ അടിച്ചിട്ടല്ല ഇബാദത്ത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര അധ്വാനമാണ്. പക്ഷേ ഖാശിഈങ്ങൾക്കൊഴികെ, അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ അവരാണ് ഖാശിഈങ്ങൾ. ആ ഖാശിഈങ്ങൾക്ക് വല്ലാത്ത ആസ്വാദനമാണ്. അതിനേക്കാൾ വലിയ എന്റർടൈൻമെന്റ് ഈ ലോകത്ത് അവർക്ക് കിട്ടാനില്ല. ഭയങ്കര സുഖമാണ് നിസ്കാരത്തിൽ. വഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ കൺ കുളിർമയാകുന്നത് നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൺകുളിർമയാകുന്നതാണ് നിസ്കാരം. കൺകുളിർമ ഉണ്ടാകുന്നില്ലെങ്കിൽ നിസ്കാരം സംഭവിച്ചിട്ടില്ല, എക്സൈസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കാതിരിക്കും സുഹൃത്തുക്കളെ? നിസ്കാരത്തിന്റെ ആ സ്ട്രക്ചർ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ശാസ്ത്രീയമായി വിശദീകരിച്ചാൽ തന്നെ വലിയ എനർജി അവനിലേക്ക്, അവന്റെ എല്ലാ സെല്ലുകളിലേക്കും പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഓരോ സെക്ഷനുകളും. നൃത്തമടക്കം. നേരത്തെ തന്നെ ഒരു സുഹൃത്തിന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടായി, ഈ വലിയ അഡ്വാൻസ് സൈക്കോളജിയിൽ ഈ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ്, ഉറക്കമൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. തീരെ ഉറക്കില്ലാത്ത ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. ഇടത്തെ കൈയിന്റെ പൾസ് വലത്തെ കൈ കൊണ്ട് പിടിക്കുക. 10 പ്രാവശ്യം ആ പൾസ് ഒന്ന് ഫീൽ ചെയ്യുക. കണ്ണുകൾ അടക്കുക. എന്നിട്ട് 1 മുതൽ 30 വരെ കൗണ്ട് ചെയ്യുക. പതുക്കെ 1 2 3. 30 കഴിഞ്ഞിട്ട് 29 28 27 ഇങ്ങനെ കൗണ്ട് ആവും. നിങ്ങൾ ഉറക്കില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഡീപ്പ് സ്ലീപ്പിലെത്തും കേട്ടോ, പ്രാക്ടീസ് ചെയ്താല്. അതുപോലെ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനല്ല. വലിയ വലിയ പ്രഭാഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, അവരിങ്ങനെ കൈപിടിക്കുന്നത് കണ്ടുണ്ടോ? ഡോക്ടർ സാക്കിർ നായിക്ക് ശ്രദ്ധിച്ചോ നിങ്ങള്? അല്ലേ? അദ്ദേഹം തന്നെ വലിയ പ്രഭാഷകരൊക്കെ ശ്രദ്ധിച്ചു നോക്കും. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ. ഭയങ്കര കോൺഷ്യസ്നെസ്സിലായിരിക്കും അതിന്. പക്ഷെ അതെങ്ങനെയാ കൈ കെട്ടുന്നത്? ഇങ്ങനെയല്ലേ? ബാട കെടുത്തോ
അല്ലെ? അള്ളാഹ് നിങ്ങൾ കാത്തുവെക്കുന്നത്. ഹനീഫിന്റെ നിസ്കാരം കിട്ടിയിട്ടേ ഇല്ല. കണ്ടില്ലേ? ഇതുപോലെ അള്ളാഹ്ക്ക് ചെയ്യുന്ന എന്തോ ഒരു ഉപകാരം പോലെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെതാ ഇങ്ങനെയൊക്കെയാണ് കൈകെട്ട. ഇങ്ങനെ കൈകെട്ടാൻ നിർദ്ദേശമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈകെട്ടാൻ നിർദ്ദേശമുണ്ടോ? അല്ലേ? അന്തും ആബാവുക്കും, ഇത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ശൈലിയാണ്. അത് കണ്ടിട്ട് മക്കളും പഠിക്കുന്നു എന്നല്ലാതെ ഏറ്റവും കൃത്യമായ പിടി ശരിക്കും ഈ തള്ളവിരൽ കൊണ്ട് എന്താണോ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് ആധുനിക സൈക്കോളജിസ്റ്റുകൾ, ആ തള്ളവിരൽ കൊണ്ട് നമ്മുടെ പൾസ് കൃത്യമായി നമുക്ക് പിടിക്കാൻ പറ്റുന്നു. രണ്ടാമത് ഡബിൾ പെനിട്രേറ്റ് ആണ് കിട്ടുക. എവിടെയാ വെക്കേണ്ടത്? ശരിക്കും നെഞ്ചിന്റെ പൾസ് അറിയുന്ന സ്ഥലത്തേക്ക് ടക്ക് 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 ടക്ക്, ഇവിടെയും ടക്ക് അവിടെയും ടക്ക്. കേട്ടില്ലേ? ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, ഇതിന്റെ എല്ലാം ആ നൃത്തം പോലും, ഇയ്യാക നഅ്ബുദുവിന്റെ ആ നൃത്തം പോലും കഅന്നക തറ, ഇഹ്സാനോട് കൂടിയുള്ള നൃത്തം. സുജൂദിലൊക്കെ പറയുന്നത് നിങ്ങൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണും. അമേരിക്കയിലേക്ക് വലിയ പഠനം നടത്തിയിട്ടുള്ള സംഗതിയാണ്. അതായത് മനുഷ്യന്റെ അഹങ്കാരം, തിന്മയും കളവും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഈ ഫ്രോണ്ടൽ ലോബ് ഇവിടുന്നാണ് വരിക എല്ലാ തോന്നിവാസവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ അലക്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് ശ്രദ്ധിച്ചോ നിങ്ങൾ? അബൂജഹലിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. എന്താ? ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, ഞാൻ അവന്റെ കുടുമ പിടിച്ചു വലിക്കും. അബൂജഹലിന്റെ ആ കള്ളക്കുടുമ, തിന്മകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഹങ്കാരത്തിന്റെ കുടുമയെ ഞാൻ പിടിക്കുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന, അവിടെ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? കല്ല, ആ ഭാഗത്തേക്കല്ല താങ്കൾ പോകേണ്ടത്. ലാ തുതിഅഹു, ഈ അഹങ്കാരിയുടെ വഴിയല്ല സ്വീകരിക്കേണ്ടത്. വസ്ജുദ് വഖ്തരിബ്. എന്താ ഇത് തമ്മിൽ ബന്ധമില്ലേ? വസ്ജുദ് വഖ്തരിബ്, ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അത് കൃത്യമായി മണ്ണിൽ തന്നെ അമർത്തിയാൽ അതിൻ്റെതായ എനർജി കിട്ടും. മണ്ണല്ലാത്ത സ്ഥലത്തും എനർജി കിട്ടും. മണ്ണിലാണ് അമർത്തുന്നതെങ്കിൽ കൃത്യമായി കിട്ടുക തന്നെ ചെയ്യും. കേട്ടില്ലേ? അത് കൊണ്ടുപോയിട്ട് അമർത്തുകയാണ് മണ്ണിലേക്ക്. ഈ ശരീരം എന്താണ്? കണ്ടന്റ് എന്താണ്? മണ്ണല്ലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ടാണ് മണ്ണ് വാരി എറിയുന്നത്. ഈ മണ്ണിനെ കൊണ്ടുപോയി ഏറ്റവും അഹങ്കാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം പ്രത്യേകിച്ച് മണ്ണിലേക്ക് അമർത്തുകയാണ്. അള്ളാഹ്ക്ക് അങ്ങനെ സറണ്ടർ, അങ്ങനെ ഇസ്ലാം അവിടെ സംഭവിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാം സുജൂദിലൂടെ സംഭവിക്കുകയാണ്. ഭയങ്കര സുഖമായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇല്ല അലൽ ഖാശിഈൻ. ഖുശൂഉൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാ ആനന്ദമാണ് നിസ്കാരം, അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാഭാരമാണ്. അപ്പോ കമാലുൽ ഹുബ്ബിൽ നിന്നാണ് രണ്ട് റുക്നിൽ, ഇബാദത്തിന്റെ രണ്ട് അനിവാര്യ ഘടകങ്ങളിൽ ഒന്നെന്താണ്? കമാലുൽ ഹുബ്ബ്, പരിപൂർണമായ സ്നേഹം. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ, അല്ലദീ ഖലഖ ഫസവ്വ, എന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ പൊതിഞ്ഞവൻ, അവന്റെ നിർദ്ദേശമാണ്. ആ പരിപൂർണമായ സ്നേഹത്തിൽ നിന്നായിരിക്കണം ഇബാദത്ത് ഉണ്ടാകേണ്ടത്. കമാലുദ്ദുൽ, അതിന്റെ രണ്ടാമത്തേത് കമാലുദ്ദുൽ, പരിപൂർണമായ താഴ്മ, കീഴ്വഴക്കം, അതും സംഭവിക്കണം. നൃത്തത്തിൽ പോലും, അവന്റെ ബോഡി ലാംഗ്വേജിൽ പോലും അറിയേണ്ടതാണത്. കണ്ടില്ലേ? നിൽക്കാന്നൊക്കെ പറയുമ്പോൾ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള നൃത്തം നോ, സാധാരണ ഒരു അടിമ നിൽക്കുന്നത് പോലെ. രണ്ട് ഷർത്തുകൾ ഏതാണ്? ഒന്ന് ഇഖ്ലാസ്, മറ്റേത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅബുദു, വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? കണ്ടല്ലേ? അത് ഷർത്താണ്. മുഖ്ലിസീൻ,
മനസ്സിലാകുന്നുണ്ടോ? ഇഖ്ലാസ് ഷർത്താണ്, ഇബാദത്തിന്റെ ഷർത്താണ്. ഇബാദത്തായി തീരണമെങ്കിൽ ഇയ്യാക നഅ്ബുദുവായി പരിണമിക്കണമെങ്കിൽ ഈ ഷർത്ത് പാലിച്ചേ പറ്റുള്ളൂ. ഇഖ്ലാസ് ഉണ്ടാകണം. നിസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും കർമ്മങ്ങളിലും സംസാരത്തിലും അംറും ബിൽ മഅറൂഫിലും അന്നഹി അനിൽ മുൻകറിലും ഒക്കെ സംഭവിക്കണം ഈ ഇഖ്ലാസ്. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ താങ്കൾ പറയണം, പ്രഖ്യാപിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. എന്നാൽ മാത്രമേ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? എന്താണ് ഷർത്ത്, എന്താണ് ഫർള്? ഇബാദത്തിന്റെ ഷർത്തും ഫർളും, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും മാത്രം പഠിച്ചാൽ പോരാ. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നവരാണ്. തീർച്ചയായും എന്താണ് ഇബാദത്ത്, ആ ഇബാദത്തിന്റെ ഷർത്തും ഫർളും അതനുസരിച്ച് കൊണ്ട് തന്നെ പോണം. ഏത് ഭൂമിയുടെ ഉപരിതലത്തിലും ഏത് ആകാശത്തിന്റെ കീഴെയും അബ്ദുള്ളയായിരിക്കണം ഞാൻ. പള്ളിയിൽ അബ്ദുള്ള, വീട്ടിൽ അബ്ദു ശൈത്താൻ, പൊതുജനമധ്യത്തിൽ അബ്ദുള്ള. കണ്ടില്ലേ? മനുഷ്യരാരും ഇല്ലാത്ത ഒറ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലാകുമ്പോൾ അബ്ദു ശൈത്താൻ, റമളാനിൽ അബ്ദുള്ള, ശവ്വാലിലോ അബ്ദു ശൈത്താൻ. നോ, ഏത് സമയത്തും അബ്ദുള്ള. വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ അബ്ദായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇബാദത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇദാ ഖാലൽ മഅബൂദു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അൻ യഖൂലൽ അബ്ദു സമിഅ്തു വ അതഅ്തു എന്ന് പറയലാണ് അതിന്റെ ലക്ഷ്യം. ഇതാണ് മുഖ്തദൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും എന്ത് പറയണം? സമിഅ്തു വ അതഅ്തു, സമഅന വ അതഅന. ഇത് സംഭവിക്കണം. ബിസിനസ്സിൽ ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്, ഞാൻ എന്റെ ജോലിയിൽ അള്ളാഹുവിന്റെ അബ്ദ്, എന്റെ സ്വഭാവത്തിൽ, ഓഫീസിൽ, നാട്ടിൽ, വിദേശത്തിൽ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ തുടക്കത്തിൽ. ആ തിരിച്ചറിവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആക്കി തീർക്കുന്നത്. എന്താ പറയുന്നത്? അന അബ്ദുക്, അല്ലാഹുമ്മ ഇന്നി അന അബ്ദുക്, നിന്റെ അബ്ദാണ് ഞാൻ എന്ന് സമ്മതിക്കുകയാണ്. തുടക്കത്തിൽ തന്നെയല്ലേ ഇത് പറയുന്നത്? അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ റക്അത്തിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പരിധി ലംഘിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം എങ്കിൽ ഇബാദത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത് വെറും വാക്കുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്നാണ് അല്ലാഹു വിളിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കുക. വദറു മാ ബഖിയ മിനർ റിബ, വദറു മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്ന് അവശേഷിക്കുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. നിങ്ങൾ ഇയ്യാക നഅ്ബുദു എന്ന് പ്രഖ്യാപിക്കുന്ന യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഇതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ഞാൻ ഉപേക്ഷിച്ചേ തീരുള്ളൂ. എന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള, എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ലാതെ മറ്റൊന്നും എന്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ, നിങ്ങൾ അത് ഉപേക്ഷിക്കണം. കള്ള്, ചൂത്, പ്രശ്നം വെക്കൽ പോലുള്ള കാര്യങ്ങൾ, ലോട്ടറി, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി അത് ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇൻതഹൈന, അവിടെ അല്ലാഹുവിന്റെ അബ്ദാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അല്ലാഹുവിന്റെ ഓരോ നിർദ്ദേശങ്ങളും ഈ രീതിയിൽ സ്വീകരിക്കുന്നവൻ ആരാണോ അവനാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമ. ഈ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നതിന്റെ പേരിൽ ഇതറിയാനുള്ള
ഒരവസ്ഥാവിശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് തന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ ആരെങ്കിലും സ്തുതിച്ചിട്ടുണ്ടോ? നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ശരി, രോഗശയ്യയിൽ കിടന്ന് അവശനായിട്ട് ശയ്യാവലംബിയായി മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ തന്നെ ചെയ്ത് മരിച്ചാലും ശരി, നിങ്ങൾ അള്ളാഹുവിന്റെ ഇബാദത്ത് ആബിദായിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അത് അഷ്റഫു നിഅമ. അറിയുമോ നിങ്ങൾക്ക് കിട്ടുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണത്. പട്ടുകൾ കണ്ട് നിങ്ങൾ മൂടപ്പെട്ടു, കൊട്ടാരങ്ങളിൽ നിങ്ങൾ ജീവിച്ചു, എന്നാൽ നിങ്ങൾ ശൈത്താന്റെ ആബിദായിക്കൊണ്ടാണ് നിങ്ങൾ മരിച്ചു പോകുന്നത് എങ്കിൽ അത് ഏറ്റവും വലിയ പരാജയവുമാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ട്, അനുഭവിച്ച വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നരകത്തിൽ മുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് മുക്കി തിരിച്ചെടുക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ദൗർബല്യമാണ്. സെക്കൻഡ് ഇല്ല അവിടെ. സെക്കൻഡ് നമുക്കാണ് സമയം. അവിടെ സമയമില്ലല്ലോ. അല്ലാഹു മൗജൂദുൻ ഫിൽ അസൽ. സമയമില്ല, പാസ്റ്റുമില്ല, ഫ്യൂച്ചറുമില്ല, എല്ലാം ഒരേപോലെ ഡെഡായിരിക്കുകയാണ് സമയം. അവിടെ സെക്കൻഡ് എന്ന് ഉപയോഗിക്കുന്നത് ശരിയല്ല. സെക്കൻഡുകളെ തന്നെ മനുഷ്യന് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 10,000 സെക്കൻഡുകളാക്കിയിട്ടൊക്കെ, മൈക്രോ സെക്കൻഡ്, അൾട്രാ സെക്കൻഡ് എന്നൊക്കെ. എന്നാൽ നരകത്തിൽ മുക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, വല്ല അനുഗ്രഹവും നീ കണ്ടിട്ടുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖം അനുഭവിച്ച വ്യക്തിയോട്. വല്ല അനുഗ്രഹത്തിന്റെ അടുത്തുകൂടി നീ സഞ്ചരിച്ചിട്ടുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്. മറന്നുപോയി അവനില്ല. ഈ ഒരു മുക്കോട് കൂടി നരകത്തെ ഇങ്ങനെ ലതറവുന്നൽ ജഹീം ഐനുൽ യഖീൻ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ആ ഐനുൽ യഖീൻ അവിടെ സംഭവിക്കുമ്പോൾ എല്ലാം അവന് മറന്നുപോയി. ഒരു സുഖവും അവന് ഓർമ്മയില്ല. എന്ത് സുഖം! എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആബിദായിക്കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് അള്ളാഹു പുറത്തെടുത്തിട്ട് വല്ല ദുരിതവും നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അയാൾക്കറിയുന്നില്ല ദുരിതം. അല്ല, വല്ല ദുരിതത്തിന്റെ അടുത്ത് കൂടി നീ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ലാ വല്ലാഹി യാ റബ്ബ്. അള്ളാഹുൽ സത്യം, അങ്ങനെ ഒരു ദുരിതം എനിക്ക് കടന്നുപോയിട്ടേയില്ല, മറന്നുപോയല്ല. ആകെ ഇത്രയുള്ളൂ ഈ ദുനിയാവ് കേട്ടോ. ഇതിന്റെ പിന്നാലെയാണ് വല്ലാത്ത ടെൻഷൻ. വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന. സുന്ദരമായ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് ദുനിയാവാക്കി മാറ്റരുതേ റബ്ബേ. ദുനിയാവിന്റെ പിന്നാലെ ആയിപ്പോരുതേ നമ്മുടെ ശ്രദ്ധയും സമയവും ചോദ്യങ്ങളും ഒക്കെ. വളരെ സുന്ദരമായ പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് നിങ്ങൾ മരിച്ചാലും അള്ളാഹുവിന്റെ ആബിദായിക്കൊണ്ടാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ ഇബാദത്തിലാണ് നിങ്ങൾ മരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുക്തവൽ ഗായ, ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്, ആ രീതിയിലാണ് നിങ്ങൾ മരിച്ചു പോകുന്നത് എങ്കിൽ വല്ലാഹി ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. നിയമത്തുകൾക്ക് നന്ദി ചെയ്യണ്ടേ? ഇപ്പൊ ഓർമ്മ വന്നല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ വേണ്ട. നിങ്ങളെ ഇന്ന് രാത്രി പോയിട്ട് ഇതിന്റെ പേരിൽ പ്രത്യേകം സുജൂദ് ചെയ്തിട്ട് അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യാം കേട്ടോ. വലിയ നിഅമത്തല്ലേ? ഇസ്ലാം വലിയ നിഅമത്താണ്, ഈമാൻ വലിയ നിഅമത്താണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ നിഅമത്താണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹ്ക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് ഏത് നിഅമത്തുകൾക്കും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ ലഅസീദന്നകും. സുജൂദിൽ കിടന്നിട്ട് നന്നായിട്ട് സ്തുതിക്കുക. അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് സജദ വജ്ഹലില്ലദീ. ഏത് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ പേരിൽ കേട്ടോ, മറന്നു പോകരുത്. നിങ്ങൾ രാത്രി എഴുന്നേൽക്കുന്ന സമയത്ത്, അത്താഴ സമയത്താകാം, അല്ലെങ്കിൽ തറാവീഹിന് ശേഷമാകാം. രാത്രിയിലാകുമ്പോൾ അതിന് കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടും.
ആ സമയത്ത്. ഈ ഇയ്യാക നഅ്ബുദു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ ലിസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖുർആനിൽ. ഇവരൊക്കെ എന്താ ജനതയോട് പറഞ്ഞത്? ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹു ഇബാദത്ത് ചെയ്യണം. നമ്മളെന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു, നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനെ ഹൂദിനെ നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം മൊത്തത്തിൽ പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നബിയെ നിങ്ങൾക്ക് മുമ്പ് ഒരൊറ്റൊരു ദൂതരെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാൻ വഹി അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ. എന്താ വഹി അറിയിച്ചു കൊടുത്തത്? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇബാദത്തിന് അർഹൻ വേറെ ആരുമില്ല. ഫഅബ്ദുനി, എനിക്ക് ഇബാദത്ത് ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താ പറഞ്ഞത്? ആദ്യത്തെ ദർശനത്തിൽ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതാണ്, സകല നബിമാരും പറഞ്ഞതാണ്. നമ്മളെന്താ നേരത്തെ അങ്ങ് പ്രഖ്യാപിക്കലാണ് അല്ലേ? ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇതാണ് ഇബാദത്ത്. മനസ്സിലാക്കിക്കോ. ഈ രീതിയിലൊക്കെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ഘനഗംഭീരമായ പ്രതിജ്ഞയാണ് ചെയ്യുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അത് നിർവഹിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.